പ്രശസ്ത ചലച്ചിത്ര താരം നമ്മുടെ ടെലിവിഷനിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നിർമ്മൽ പാലാഴിയെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. നിർമ്മൽ പാലാഴി, ഒരു കയ്യടി കുറയുന്നു, ഉറക്കം തൂങ്ങിപ്പോകുന്നു. നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ പായസത്തിന്റെ ഒരു ലഹരി നമുക്ക് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു കൂവുമ്പോൾ നല്ല ശക്തിയായിരുന്നു, ഒരു കൈയടിക്കുമ്പോൾ ശക്തി കുറയും. നിങ്ങളെങ്കിൽ ഒന്ന് കൂവൂ. ഇതെല്ലാം നിർമ്മൽ പാലാഴിക്കുള്ളതാ. സന്തോഷം, ഭയങ്കരമായിട്ടുള്ള സന്തോഷം. കാര്യം നിങ്ങളിൽ ഒരാളായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ഇതിപ്പോൾ ഞാനൊരു കലാകാരനല്ലായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ഈ കാഴ്ചക്കാരിൽ ഒരാളായിട്ട് ഞാൻ വീട്ടിലിരുന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഫ്ലവേഴ്സിൻ്റെ കൂടെ വേദിയിലെത്താൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. എന്തായാലും ഒരു രാത്രി വരെ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നുമല്ലാതായ കുറേ ആളുകൾക്കിടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിൽ ഞങ്ങളിവിടെ സന്ദർഭ സമയങ്ങളിലൂടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ യുവാക്കൾ ഒരു 100 രൂപയുടെ മഴക്കോട്ട് അണിഞ്ഞിട്ട് അവരങ്ങോട്ട് ഏറ്റെടുത്ത് നടക്കുക ഇവിടെ മൊത്തം പരിപാടികൾ. അത് രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു. കാര്യം നമ്മുടെ നാട്ടിൽ കാണാവുന്ന ഏറ്റവും നല്ലൊരു കാഴ്ചയായിരുന്നു ആ കാഴ്ച. അതെന്തായാലും ഈ കൂട്ടായ്മ ഇനി എന്നും ഉണ്ടാവട്ടെ, നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്കും പറ്റട്ടെ. സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പം നമ്മുടെ ഈ ചൂരൽമല മുണ്ടക്കൽ ഭാഗത്തുനിന്ന് വന്ന ആൾക്കാർ, മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു ഐറ്റം ഇവിടെ വെള്ളാർമല എന്ന സ്കൂളിൻ്റെ ഒരു പ്രവേശനോത്സവം നാളെ നടക്കുന്നുണ്ട്. അതിന് ഞങ്ങളുടെ ടീമിൻ്റെ ഷോ നാളെ ഞങ്ങളോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി വന്ന മെസ്സേജുകൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പലതും നഷ്ടപ്പെട്ട ആളുകളാണ്. നിങ്ങളുടെ തമാശ കേൾക്കാനോ കോമഡി കാണാനോ ഉള്ള അവസ്ഥയിലല്ല ഞങ്ങളെന്ന് പറഞ്ഞു. നമുക്ക് മനുഷ്യരാണ്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കഴിവ് മറക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ ആ വിഷമവും വീണ്ടും പറഞ്ഞിരിക്കുന്നുള്ളത് ഞങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് മിമിക്രി കളിക്കണം. അപ്പോൾ വിനോദേട്ടൻ കയറി പാട്ട് പാടി. അപ്പോൾ എനിക്ക് പ്രശ്നം തോന്നിയില്ല. ആരാ സൗണ്ടാണ് വേണ്ടേ? മിമിക്രി കാണിക്കാം. ലാലേട്ടൻ്റെ ഫാൻസ് ഉണ്ടോ? ഓക്കെ, ലാലേട്ടൻ്റെ ശബ്ദം തന്നെ ഇരിക്കാം. ഇദ്ദേഹത്തിൻ്റെ 6-ാം തമ്പുരാൻ എന്ന സിനിമയിലെ മോഹൻലാൽ സായ്കുമാർ ഇവരൊരു കോമ്പിനേഷൻ സീൻ. ലാലേട്ടൻ സായ്കുമാർ, ലാലേട്ടൻ്റെ എൻട്രി സീനാണ്. ജെയിംസ് ജഗൻ എവിടെ? ഇടോ പന്ന എബി മാത്യു പണി പറ്റിച്ചു. അവൻ ആ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷനെ മറച്ചു വയ്ക്കാൻ പോകുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് ജഗനെ വേണം. ശംഭു മഹാദേവ. ജഗൻ, നീ എവിടാണ്? എടാ ഞാൻ നമ്മുടെ എറിക് ചോണില്ലേ, അവിടെ ഇന്നലെ മണാലിയിൽ നിന്ന് ചാടി ഒരു കെട്ട് നല്ല അമരൻ ചരസുമായിട്ട്. ഓൻ്റെ പേ ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ഞങ്ങൾ ഗസലാക്കാൻ പോവാ. കിഷൻ മാധവ് പാടുന്നു, നീ വരുന്നോ? എടാ ഞാനാകെ ഭ്രാന്ത പിടിച്ച അവസ്ഥയിലാണ്. അതിന് തെരസാ ബെസ്റ്റ്. കൂടെ വേണം റമ്മും കോളയാകാം ഒരു പിമ്പരത്തിന്. എടാ പണ്ണെ എബി മാത്യു പണി പറ്റിച്ചു. അവരുടെ കോൺട്രാക്ട് രാമസ്വാമി അസോസിയേഷനെ മത്സരിപ്പിക്കാൻ പോകുന്നല്ലേ? നീ അറിഞ്ഞോ? എല്ലാം അറിയുന്നവൻ ജഗൻ. നീ ഇപ്പോൾ ഒരു കുപ്പിയുടെ വാ പൊട്ടിച്ചെടു തുടങ്ങ. എണ്ണം വെച്ചോ, 4ാമത്തെ പെക്ക് ലൈഫ് ക്യൂസി വീഴുമ്പോഴേക്കും ഞാൻ എത്തിയിരിക്കുന്നു. തമ്പി ഇത് ന്യൂക്കാറ് ഞാൻ ചവിട്ടും. ശംഭു മഹാദേവ. ഒരു നല്ല കൈയടി കൊടുക്കും, നല്ല കൈയടി. താങ്ക് യു. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയാലും നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരു ഫ്ലഡ് വന്നപ്പോഴാണെങ്കിൽ ഇതിനു മുമ്പുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടായപ്പോഴും നമ്മൾ കാണാവുന്ന ഏറ്റവും വളരെ മനോഹരമായ കാഴ്ച, അങ്ങ് തിരുവനന്തപുരത്തുള്ള ആളുകളെ ഇവിടെ വയനാട്ടിലെത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടാണ് എന്ന് കാണിക്കുന്ന വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ആ കാഴ്ച ഇനിയും ഒരുപാട് കാലങ്ങളിൽ തന്നെ നടന്നു പോകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങളുടെ കൂട്ടായ്മയിലേക്ക് എപ്പോൾ വിളിച്ചാലും ഒരു വിളിപ്പാടകലെയായിട്ട് ഞാനുണ്ടാവും എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.